إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له تعالى عن النظير والمثيل والشبيه وأشهد أن محمدًا عبده ورسوله أرسله بالهدى بشيرا ونذيرا بين يدي الساعة اللهم صل على محمد وعلى أزواجه وذريته كما صليت على آل إبراهيم وبارك على محمد وعلى أزواجه وذريته كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأفضل الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, സർവലോക പരിപാലകനും സൃഷ്ടാവുമായി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും സമ്പൂർണ്ണ മുത്തഖികളായി തഖ്വയോടുകൂടി കഴിഞ്ഞുകൂടണമെന്നും എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, സഗൗരവം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത സകല പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അള്ളാഹുവിന് തൃപ്തികരമായ നിലയിൽ കഴിഞ്ഞുകൂടാനുള്ള മഹാഭാഗ്യവും അവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ സത്യവിശ്വാസികൾ, അള്ളാഹു ഭംഗിയോടുകൂടിയാണ് ലോകത്തുള്ള വസ്തുക്കളെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടിക്കുന്നവരിൽ ഏറ്റവും നല്ല നിലക്ക് സൃഷ്ടിക്കുന്നവനാണ് അള്ളാഹു. ഈ പ്രപഞ്ചത്തിൻ്റെ ഭംഗി എന്നത് പ്രപഞ്ചം എത്രത്തോളം ഹരിതാപമാകുന്നു അതാണ് അതിൻ്റെ ഭംഗി. വെറും മണ്ണ് നമ്മുടെ ആരുടെയും മനസ്സ് ആകർഷിക്കുകയില്ല. പച്ചപ്പുണ്ടാവണം. അതെത്രത്തോളം കൂടുതലുണ്ടോ അവിടമാണ് ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. മൃഗത്തിന് ഭംഗിയുണ്ടാകണമെങ്കിൽ അള്ളാഹു ആ മൃഗത്തിന് സംവിധാനിച്ച് അതിൻ്റെ രോമം അതിലുണ്ടാകണം, അപ്പോഴാണ് അതിന് ഭംഗി ഉണ്ടാവുക. പക്ഷെ മനുഷ്യൻ, അള്ളാഹു അങ്ങനൊരു അവസ്ഥയിലല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യന്റെ വസ്ത്രം അഴിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഇത്രത്തോളം കാണാൻ ഭംഗിയില്ലാത്ത വേറൊരു ജന്തു ഉണ്ടാവില്ല. വസ്ത്രമാണ് മനുഷ്യന് ഭംഗി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ വസ്ത്രത്തെ സംബന്ധിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. രീഷ് എന്നൊരു പ്രയോഗമുണ്ട്. അത് നിങ്ങൾക്ക് തൂവലാണ്. പക്ഷിക്ക് തൂവലാകുന്നത് പോലെ വസ്ത്രം മനുഷ്യന് തൂവലാണ്. തൂവലില്ലാത്ത കിളിയെ കാണാൻ ഭംഗിയുണ്ടാവില്ല, തൂവലുള്ള കിളിക്കാണ് ഭംഗിയുണ്ടാവുക. അള്ളാഹു പ്രപഞ്ചത്തിൽ സംവിധാനിച്ച ഈ സംവിധാനങ്ങളിലൂടെ
മനുഷ്യന്റെ ഭംഗിയെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി ഇതൊന്നുമില്ല എങ്കിൽ പോലും അള്ളാഹുവിനെ നമ്മുടെ പരിപാലകനായും ഇസ്ലാമിനെ നമ്മുടെ ജീവിത വ്യവസ്ഥയായും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നബിയായും ഖുർആനും സുന്നത്തുമൊക്കെ നമ്മളുടെ മാർഗദർശനമായൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ സമ്പൂർണമായി അനുസരിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് വസ്ത്രത്തിന്റെ വിഷയത്തിൽ ഏറ്റവും അലസത കാണിക്കുന്നത് സ്ത്രീകളാണ്. പുരുഷന്മാര് അലസത കാണിക്കുന്നില്ല എന്ന അർത്ഥത്തിലല്ല. അള്ളാഹു ഏറ്റവും കൂടുതലായിട്ട് വസ്ത്രം ഉപയോഗിക്കാനായി പറഞ്ഞത് സ്ത്രീയോടാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം സ്ത്രീ തൻ്റെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് അള്ളാഹു അവളോട് പറഞ്ഞ ഹിജാബുമായി ബന്ധപ്പെട്ട് 4 ചോദ്യങ്ങൾ സ്വയം ചോദിക്കേണ്ടത്. ഒന്ന്, ഞാൻ എന്തിനാണ് ഹിജാബ് ധരിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. സാധാരണ ഈ മോഡേൺ കാലഘട്ടത്തിൽ ആളുകൾ ധരിക്കുന്ന എല്ലാ വസ്ത്രവും എനിക്കായിക്കൂടെ, ഹിജാബ് പാലിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ഒരു ചോദ്യം അവൾ ചോദിക്കണം. രണ്ടാമത്തെ ചോദ്യം, ആരെ അനുസരിച്ചിട്ടാണ് ഞാൻ ഹിജാബ് ധരിക്കേണ്ടത്? കാരണം ഹിജാബുമായി ബന്ധപ്പെട്ട് ആദ്യം അവളുടെ മുമ്പിൽ വരുന്ന നിർദ്ദേശം മാതാപിതാക്കളുടേതായിരിക്കും. മാതാപിതാക്കൾ അനുസരിച്ചിട്ടാണോ? അല്ലല്ലോ. അപ്പൊ ആരെ അനുസരിച്ചിട്ടാണ് ഹിജാബ് ധരിക്കേണ്ടത്? അള്ളാഹുവിനെ അനുസരിക്കുന്നവളാണെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി ഉൾക്കൊണ്ടവളാണെങ്കിൽ ഈ വിഷയത്തിലും അവൾ അനുസരിക്കേണ്ടത് അള്ളാഹുവിനെ റസൂലിനെയാണ്. മൂന്നാമത്തെ ചോദ്യം, എന്താണ് ഹിജാബിന്റെ അർത്ഥം? പലർക്ക് ഹിജാബിന്റെ അർത്ഥം എന്താന്ന് പോലും അറിയില്ല. ഹിജാബ് എന്ന് കേട്ട് കഴിഞ്ഞാൽ കടയിൽ വിൽക്കാൻ വച്ചിരിക്കുന്ന മക്കനന്റെ പേര് ഹിജാബ് എന്ന് മനസ്സിലാക്കിയ ആൾക്കാരുണ്ട്. മുഖം മറയ്ക്കുന്നതിന്റെ പേരാണ് ഹിജാബ് എന്ന് മനസ്സിലാക്കിയവരുണ്ട്. അപ്പൊ ഹിജാബ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഹിജാബ്? നാലാമതായി ഇതിന്റെ ഉപാധികൾ എന്തൊക്കെയാണ്? അതിന് കുറെ ഷർത്തുകളുണ്ട്. വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് മറക്കേണ്ടുന്ന ഭാഗം മറക്കുന്നതിന് കുറച്ച് നിർദ്ദേശങ്ങൾ ആ വിഷയത്തിൽ തന്നിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ എടുത്ത് വാരി ചുറ്റിക്കഴിഞ്ഞാൽ അത് ഹിജാബ് ആവുകയില്ല. ഈ ചോദ്യത്തിൻ്റെയൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളിൽ നിന്നാണ് ഈ 4 ചോദ്യത്തിൻ്റെയും ഉത്തരം കണ്ടെത്തേണ്ടത്. അവിടെ നിന്ന് അതിന്റെ ഉത്തരം കണ്ടെത്തുന്നതോടുകൂടി അത് അനുഷ്ഠിക്കാൻ അവൾ സ്വയം തയ്യാറാക്കും. ഹിജാബ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം പെണ്ണിന് അവളുടെ പരിശുദ്ധി വർദ്ധിപ്പിക്കുന്ന, അവൾക്ക് മാന്യതയും മഹത്വവും നൽകുന്നൊരു വസ്ത്രധാരണമാണ്. കണ്ണ്, മനുഷ്യന്റെ തുറിച്ചുനോട്ടത്തിൽ നിന്നും ഒരു മുസ്ലിം പെണ്ണിന് സംരക്ഷണമേകുന്ന ഒരു വസ്ത്രമാണ് ഹിജാബ് എന്ന കാര്യം നമുക്ക് മാത്രമല്ല അറിയാവുന്നത്, അത് മറ്റുള്ളവർക്കും അറിയാം. അപ്പൊ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വന്നൊരു ചർച്ച നടത്തിയിട്ടുണ്ട്. ഒരു ക്രിസ്ത്യൻ വനിതയാണ്. കമലാ സുരയ്യന്റെ കഥയൊക്കെ പഴയ കഥയാണ്. അടുത്ത കാലത്ത് കണ്ടാവും. അവള് ഒരു ക്രിസ്ത്യൻ സ്ത്രീ ഹിജാബ് ധരിച്ചുകൂടാ, ഹിജാബിന് സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. അത് അവൾക്ക് സുരക്ഷിതത്വം നൽകുന്നു എന്ന് അവൾ പൊതുസമൂഹത്തോട് സോഷ്യൽ മീഡിയ വഴി വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അവൾ കണ്ടിട്ടുണ്ടാവും. അത് സ്ത്രീകൾ അനുഭവിക്കുകയാണ്. മറ്റേത് വസ്ത്രം ധരിക്കുന്നതിനേക്കാളും ഇസ്ലാം അവളോട് പറഞ്ഞ തരത്തിലുള്ള പർദ്ദ എന്ന് മാത്രം മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ശരീരം മൊത്തം മറയുന്ന വസ്ത്രം, അത് അതിന്റെ ഷർത്തുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ട വേറൊരു സംഗതിയാണ്. എന്താണ് ഹിജാബ്, എങ്ങനെയാണ് ഹിജാബ് ധരിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ. അപ്പൊ ആ വസ്ത്രം ശീലിക്കുന്നതോടുകൂടി ഒരു സ്ത്രീ, ഒരു മുസ്ലിം പെണ്ണ് വിശ്വാസികൾക്കിടയിൽ അവളുടെ സ്ഥാനം ഉറപ്പിക്കുകയാണ്. എപ്പോഴാണ് ഒരു മുസ്ലിം പെണ്ണ് മുസ്ലിം പെണ്ണാവുക? ഒരു മുസ്ലിം പെണ്ണാകണമെങ്കിൽ അവൾ ഈ ഹിജാബ് എന്ന അള്ളാഹു നമ്മളോട് പരിചയപ്പെടുത്തി ആ തരത്തിലുള്ള വസ്ത്രവുമായിട്ട് ബന്ധപ്പെടണം. പടിഞ്ഞാറുണ്ടാക്കി വിട്ട സംസ്കാരവുമൊക്കെ സ്ത്രീക്ക് വില കൊടുക്കുന്നു എന്നാണ് പൊതുവെ ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. പക്ഷെ സ്ത്രീയെ ഏറ്റവും വില കുറഞ്ഞ ചരക്കായിട്ടാണ് കച്ചവട സംസ്കാരം കാണുന്നത്, പടിഞ്ഞാറ് കാണുന്നത്. അവരുടെ ശാരീരിക ഇച്ഛകളുടെ പൂർത്തീകരണത്തിന് ഉപയോഗിക്കാൻ അവർ അത് വഴി കണ്ടെത്തുകയാണ്.
ഏത് കച്ചവട ചരക്കും വിറ്റഴിയണമെങ്കിൽ നമുക്കറിയാലോ, സ്ത്രീയുടെ ചിത്രം ഇല്ലാതെ കഴിയില്ല എന്നല്ല. എന്ത് വസ്തു ആയിക്കോട്ടെ, ഈ ചിത്രത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ പെണ്ണ് അതെങ്ങനെയുള്ളവളായിരിക്കും അത് നമുക്കറിയാം. ഒരു കോലം കെട്ടൊരു പെണ്ണാണെങ്കിൽ, ഒരു വൃദ്ധയാണെങ്കിൽ, അല്ലേ, കാണാൻ ഭംഗിയില്ലാത്തവളാണെങ്കിൽ ഒരു മാഗസിനുകളുടെയും പുറംചട്ടയിൽ അവളുടെ ചിത്രം വരില്ല. അപ്പൊ സ്ത്രീ ഉണ്ടാവുക എന്നുള്ളതല്ല, ആ സ്ത്രീ മനുഷ്യന്റെ ജഡിക സ്വഭാവത്തിന്, അവന്റെ ശാരീരിക ഇച്ഛകൾക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ഒരു പെണ്ണാണെങ്കിൽ മാത്രമേ പരസ്യത്തിൽ ആ പെണ്ണിന്റെ ചിത്രം വരികയുള്ളൂ. അപ്പൊ സ്ത്രീയെ ഉയർത്തിക്കൊണ്ടു വന്നതല്ല അതിന്റെ കാരണം. അങ്ങനെയാണെങ്കിൽ ഏത് സ്ത്രീയുടെയും ചിത്രം അതിൽ കൊടുക്കണമായിരുന്നു, അത് കൊടുക്കുന്നില്ല. ഇപ്പം വിമാനങ്ങളില്, എയർപ്ലെയിനുകളിൽ എയർ ഹോസ്റ്റസ് ആയിട്ട് നമ്മളൊക്കെ വിമാനങ്ങളിൽ യാത്ര ചെയ്ത ആളുകൾ ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും എയർപ്ലെയിനില് പ്രായമായൊരു സ്ത്രീ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. അപ്പൊ അവളുടെ കാലാവധി എന്ന് പറഞ്ഞാൽ അവളുടെ മുഖം ചുക്കിച്ചുളിയുന്ന കാലം വരെയാണ്. ഇത് കഴിഞ്ഞാൽ ഈ രംഗത്ത് പണിയെടുത്ത പെണ്ണുങ്ങളെ സഹായിക്കാൻ പോലും പിന്നെ ആരും കാണുകയല്ല, അതുവരെയുള്ളൂ. അവളുടെ ശരീരത്തിന്റെ തൊലിവെളുപ്പും അതിന്റെ മിനുസവും നിലനിൽക്കുന്ന കാലത്തോളം മാത്രമേ പടിഞ്ഞാറിനും കച്ചവട സംസ്കാരത്തിനും സ്ത്രീ വിമോചനം പറയുന്ന ആളുകൾക്കുമൊക്കെ പെണ്ണിന് ആവശ്യമുള്ളൂ. പക്ഷെ ഇസ്ലാം അതല്ല. ഇസ്ലാം പെണ്ണിന് ഹിജാബ് നിർബന്ധമാക്കുമ്പോൾ പലരും പറയുന്നത് പോലെ, മനസ്സിലാക്കി വെച്ചതുപോലെ ഇസ്ലാം സ്ത്രീയെ അടിച്ചമർത്തുകയാണ്, ഇസ്ലാം സ്ത്രീയെ ഉയർന്നു വരാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള വാദമാണല്ലോ. പക്ഷെ അങ്ങനല്ല. ഇസ്ലാം സ്ത്രീയെ എങ്ങനെ കാണുന്നു വെച്ച് കഴിഞ്ഞാൽ, പടിഞ്ഞാറ് അല്ലെങ്കിൽ കച്ചവട സംസ്കാരം സ്ത്രീയെ കാണുന്നതും തികച്ചും വ്യത്യസ്തമായ നിലയിലാണ് ഇസ്ലാം സ്ത്രീയെ കാണുന്നത്. എല്ലാ കാലത്തും ഇസ്ലാം സ്ത്രീക്ക് സ്ഥാനവും മഹത്വവും ബഹുമാനവും മാന്യതയൊക്കെ കൊടുക്കുന്നുണ്ട്. അവളുടെ അന്തസ്സും പവിത്രതയും സംരക്ഷിക്കാൻ പറ്റുന്ന നിയമമാണ് ഇസ്ലാം ഹിജാബിലൂടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇത് പാലിക്കുന്നതിലൂടെ യഥാർത്ഥ സ്ത്രീ ആദരിക്കപ്പെടുകയാണ്. അപ്പൊ ഇസ്ലാമിൽ സ്ത്രീയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ സ്ത്രീ എന്നുള്ളത് ഒരു സമൂഹത്തിന്റെ മാതാവായിട്ട് അവതരിപ്പിക്കപ്പെടുക. ആ ഒരു സമൂഹത്തിലെ കുലീനയാണ് ആ പെണ്ണ്. ഒരാളുടെ ഭാര്യയായിരിക്കുമ്പോൾ ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തമാവുകയാണ്. ഒരാളുടെ സഹോദരിയായിരിക്കുമ്പോൾ ആ ഒരു നിലയ്ക്ക് ഇസ്ലാം അതിനെ പരിചയപ്പെടുത്താണ്. ആ ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോ പ്രസിദ്ധനായ അറബി കവി ഹാഫിദ് ഇബ്രാഹിം എന്നൊരു കവിതയുണ്ട്. അതിനകത്തേനാണ് അല്ലുമ്മു മദ്റസത്തുൻ ഇദാ അഅദത്ഹാ അഅദത ശുഅബൻ തയ്യിബൽ അറാഖി. ഒരു പെണ്ണ് എന്നുള്ളത് ഒരു പാഠശാലയാണ്. ഹാഫിദ് ഇബ്രാഹിം പറയുന്നത് സ്ത്രീ എന്നുള്ളത് ഒരു സ്കൂളാണ്. ഒരു പെണ്ണ്, ഒരു ഉമ്മ ഒരു സ്കൂളാണ്. ഒരു പെണ്ണ് ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയാണ്. ഒരു പെണ്ണൊരു സമൂഹത്തെ ചിട്ടപ്പെടുത്തുമെങ്കിൽ, വളർത്തിക്കൊണ്ടുവരുമെങ്കിൽ ഏറ്റവും നല്ലൊരു സമൂഹത്തെ അവൾ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഉമ്മയെ ഒരു കലാലയമായിട്ട് ഹാഫിദ് ഇബ്രാഹിമിന്റെ കവിത താഴത്തേക്ക് പോകുന്നുണ്ട്. ഉമ്മ ഒരു കലാലയമാണ്, ഉമ്മ ഒരു പൂവാടിയാണ്, ഉമ്മ ഒരു ഉറവയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മനോഹരമായിട്ട് ഉമ്മയെക്കുറിച്ച്, ഉമ്മ എന്നൊരു പെണ്ണാണല്ലോ, ആ പെണ്ണിനെ കുറിച്ചിട്ട് ഹാഫിദ് ഇബ്രാഹിമിന്റെ കവിതകളിൽ വളരെ മനോഹരമായി വിവരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇസ്ലാമിൽ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നുള്ള വേർതിരിവില്ല. ആണായാലും പെണ്ണായാലും അള്ളാഹുവിന്റെ അടിമകളാണവർ. പല മതങ്ങളിലും പല ദർശനങ്ങളിലും സ്ത്രീയേക്കാൾ പുരുഷന് മുൻഗണന കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇസ്ലാം ഒരിക്കലും അങ്ങനെയല്ല. ഇത് രണ്ടും തുല്യരാണ്, ഒരേപോലെയാണ്. ഈ തുല്യത എന്നുള്ളത് എല്ലാ നിലയ്ക്കും തുല്യത എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അള്ളാഹുവിന്റെ അടിമകൾ എന്നുള്ള നിലയ്ക്ക് തുല്യരാണ്. അപ്പൊ അള്ളാഹുവിന്റെ അടിമകൾ എന്നുള്ള നിലയ്ക്ക് തുല്യരായത് കൊണ്ട് തന്നെ ആണിനോട് അള്ളാഹു നൽകിയ കൽപ്പനയും പെണ്ണിനോട് അള്ളാഹു നൽകിയ കൽപ്പനയും പാലിക്കുക എന്നുള്ളത് ഇവർ രണ്ട് കൂട്ടർക്കും നിർബന്ധമാണ്. അതിൽ ആ ഒരു കൽപ്പനയെ നമുക്ക് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പെണ്ണിനോട് ഒരു പ്രത്യേക കൽപ്പന ഹിജാബിന്റെ വിഷയത്തിൽ കൊടുക്കുന്നു. പുരുഷനോട് കൊടുത്ത പോലെ അല്ല, സ്ത്രീയോട് അള്ളാഹു പ്രത്യേകമായൊരു കൽപ്പന കൊടുക്കുന്നു. അപ്പൊ അള്ളാഹു സ്ത്രീയുടെ ഹിജാബിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്കും ആദ്യത്തെ ഹിജാബ് എന്താണ് ആദ്യത്തെ ഹിജാബ്? ആദ്യത്തെ ഹിജാബ് യഥാർത്ഥത്തിൽ വസ്ത്രവുമായി ബന്ധപ്പെട്ട ഹിജാബാണ്. വിശുദ്ധ ഖുർആനില് സൂറത്തുൽ അഹ്സാബിൽ 59-ാമത്തെ ആയത്തിൽ കാണാം, വഖർന ഫീ ബുയൂതികുന്ന. പെണ്ണുങ്ങളോടുള്ള പറയുന്നു, വഖർന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയുക എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ആദ്യത്തെ ഹിജാബ് അവളുടെ വീടാണ്. വഖർന ഫീ ബുയൂതികുന്ന, വീട്ടിൽ അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ വീടിന് പുറത്തിറങ്ങരുത് എന്നുള്ളതാണ്. ആവശ്യമില്ലാതെ വീടിന് പുറത്തിറങ്ങുക എന്നുള്ള ആണുങ്ങൾക്കും പറഞ്ഞ പണിയല്ല,
പക്ഷെ എന്തുകൊണ്ട് സ്ത്രീയോട് ആ കൽപ്പന പ്രത്യേകം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആണുങ്ങൾക്ക് സ്ത്രീകൾ പുറത്തിറങ്ങുന്നതിനേക്കാൾ പല ആവശ്യങ്ങൾക്കും പുറത്തിറങ്ങേണ്ടി വരുന്നുണ്ട്. അപ്പൊ സ്ത്രീകൾക്ക് അത്രയും ആവശ്യം വരുന്നില്ല. പക്ഷെ ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായ തൊഴിലുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ, കച്ചവടമായിട്ടോ മറ്റുദ്യോഗമായിട്ടോ എന്തെങ്കിലും ഉള്ളൊരു പെണ്ണാണെങ്കിൽ, ആ പെണ്ണ് പുറത്തിറങ്ങുന്ന ഇസ്ലാം എതിർക്കുന്നില്ല. അപ്പൊ ആവശ്യമില്ലാതെ വഖർനഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയുക. ഇപ്പൊ ഒന്നാമത്തെ ഹിജാബ് എന്നുള്ളത് ആവശ്യമില്ലാതെ വീടിന് പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി വീടിന് പുറത്തിറങ്ങേണ്ടി വരുമ്പോഴോ, വലാ തബറുജുന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ, ആദ്യ കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് അവളുടെ സൗന്ദര്യ പ്രകടനം നടത്തിയിരുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യ പ്രകടനം നടത്തരുത്. അപ്പൊ വീട്ടിന്റെ ഉള്ളിലിരിക്കുക, പുറത്തിറങ്ങേണ്ടി വന്നാൽ നിങ്ങളുടെ എല്ലാ സൗന്ദര്യവും കാണിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഇസ്ലാം സമ്മതിക്കുന്നില്ല. അപ്പൊ അവിടെ അടക്കം ഒതുക്കി, അവിടെ വസ്ത്രധാരണത്തിന് പ്രത്യേക നിയമങ്ങൾ വരുന്നുണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം പെണ്ണുങ്ങളോട് എല്ലാവരോടും പറഞ്ഞ കൽപ്പനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ പ്രത്യേകം വിളിച്ചിട്ട് അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദ്നാ യുറഫന ഫലാ യുദൈൻ. യാ അയ്യുഹൻ നബിയ്യു, ഏ നബിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പ്രത്യേകം വിളിക്കണ്ട. അല്ലാഹു ഇതുവരെ നബിയെ, ഖുൽ ലി അസ്വാജിക, അങ്ങയുടെ ഭാര്യമാരോട് പറയുക, വബനാതിക, അങ്ങയുടെ പെൺമക്കളോട് പറയുക, വനിസാഇൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ പെണ്ണുങ്ങളോട് പറയുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അല്ലാഹു വിളിച്ചിട്ട് ആദ്യം നബിയോട് പറഞ്ഞു, നബിയെ, അങ്ങയുടെ ഭാര്യമാരോടൊരു കാര്യം പറയാനുണ്ട്, അങ്ങയുടെ പെൺമക്കളോടൊരു കാര്യം പറയാനുണ്ട്, പിന്നെ സമൂഹത്തിലെ മുഴുവൻ വിശ്വാസിനികളായ സ്ത്രീകളോടും ഒരു കാര്യം പറയാനുണ്ട്. അതെന്തെന്നറിയോ? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവർ അവരുടെ മുകളിലേക്ക്, അവരുടെ മേലേക്ക് ജിൽബാബുകൾ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. എന്താണ് ഈ ജിൽബാബ്? മാറ് മറയ്ക്കുന്ന വസ്ത്രമാണ് ജിൽബാബ്. മാറിനപ്പുറത്തേക്ക് സ്ഥലങ്ങളുടെ ഷേപ്പ് കാണാൻ പറ്റാത്ത വസ്ത്രമാണ് ജിൽബാബ്. പണ്ഡിതന്മാർ ആയതിനെ പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇന്ന് മറച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറച്ചിട്ടുണ്ട്, പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ അഴകളവുകൾ കാണാൻ പറ്റും. അഴകളവുകൾ കാണാൻ പറ്റുന്ന വസ്ത്രം എന്താകുന്നില്ല? അത് ഹിജാബ് ആകുന്നില്ല, അത് ജിൽബാബ് ആകുന്നില്ല. കമ്പനിക്ക് ജിൽബാബ് എന്ന പേരിട്ട് കാര്യമില്ല. അങ്ങനെയാണല്ലോ ഇപ്പൊ പലപ്പോഴും പല പർദ്ദയും പല മഫ്തയും വരുമ്പോഴത്തേക്ക് അതിന്റെ പേരെന്താണ്? ഹിജാബ് എന്ന പേര്, ജിൽബാബ് എന്ന പേര്. പേരല്ല ഇത്. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മളോട് നൽകുന്ന ഒരു കൽപ്പനയാണ്. ജിൽബാബ് എന്ന് പറഞ്ഞാൽ മാറുകൾ കാണാൻ പറ്റാത്ത തരത്തിൽ, അതിന്റെ ആകൃതി കാണാൻ പറ്റാത്ത തരത്തിൽ മൂടിയിടുന്ന ഒരു വസ്ത്രമാണ് ജിൽബാബ്. അത് ഏത് കോലത്തിലാകാം. അത് നിങ്ങൾക്ക് മഫ്ത ഉപയോഗിച്ച് മറക്കുകയോ, സാരി ഉപയോഗിച്ച് മറക്കുകയോ, പർദ്ദ ഉപയോഗിച്ച് മറക്കുകയോ, ചുരിദാർ ഉപയോഗിച്ച് മറക്കുകയോ, അതിന് ഷാൾ ഉപയോഗിച്ച് മറക്കുകയോ, എന്തുമാകാം. പക്ഷെ സ്തനങ്ങളുടെ ആകൃതി പുറത്ത് കാണാൻ പാടില്ല. മറ്റൊരാളത് കണ്ട് ആകർഷിക്കപ്പെടരുത്. കാരണം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, നമ്മൾക്ക് ആണുങ്ങളല്ല, ആ പെണ്ണുങ്ങളോട് ആണുങ്ങൾ ചോദിച്ചു നോക്കുക, എന്താണ് ഒരാണ് ആദ്യമായി സ്ത്രീയിൽ നോക്കുക? ആദ്യത്തെ ആകർഷണം എന്താണ്? ആദ്യത്തെ ആകർഷണം മാറുവിടമാണ്. കാരണം പുരുഷനില്ലാത്തത് അതാണ്. അപ്പൊ പുരുഷനെ ഏറ്റവും പെട്ടെന്ന് ആകർഷിക്കുന്നത് സ്ത്രീയുടെ സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവർ ഈ ജിൽബാബുകൾ ഉപയോഗിച്ചിട്ട് മാറിടങ്ങൾ മറച്ചുകൊള്ളട്ടെ. അങ്ങനെ നിങ്ങൾ ചെയ്താൽ എന്താ ഗുണം? ദാലിക അയ്യുറഫ്ന, അതാണ് നിങ്ങളൊരു കുലീനയായ പെണ്ണാണ്, പ്രൗഢയായ ഒരു സ്ത്രീയാണ് എന്ന് തിരിച്ചറിയാനുള്ള മാർഗം. അതോടുകൂടി ഫലാ യുദൈന, അവൾ ആക്രമിക്കപ്പെടുകയില്ല. ഞാൻ നേരത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ കുറിച്ചിട്ട് പറഞ്ഞു. ആ പെണ്ണ് അവൾ പറയുന്ന കാരണം എന്താണ്? ഈ പർദ്ദ ആചരിച്ചതിന്റെ കാരണം, എനിക്ക് ആളുകളുടെ തുറിച്ചു നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട് ഈ വസ്ത്രത്തിലൂടെ. അപ്പൊ തിരിച്ചറിയപ്പെടുകയാണ്. ഈ മാന്യമായ വസ്ത്രം ധരിച്ച് ഒരു പെണ്ണ് അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ആണും അവിടെ നോക്കുകയില്ല. കാരണം ഒന്നാമതായി അങ്ങനെ നോക്കിയാൽ തന്നെയും ഇയാളെ ആകർഷിക്കുന്ന ഒന്നും ഇവിടെ നിന്ന് കാണാൻ കിട്ടൂല. അതൊരു കാരണം. രണ്ടാമത്തെ കാര്യം അതല്ല, എന്നെ ആരെങ്കിലും ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് നടക്കുന്നവരെയാണ് ആളുകൾ നോക്കുക, അല്ലാത്തവരെ നോക്കില്ല. മാന്യമായ വസ്ത്രം ധരിച്ച് നടക്കുന്ന ഒരു പെണ്ണിനെയും ആരും ഒന്നേ നോക്കുകയുള്ളൂ, അത് ആരാന്ന് തിരിച്ചറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരാളുണ്ടെന്ന് അറിയാൻ വേണ്ടി, പിന്നെ നോക്കൂല. അപ്പൊ ഖുർആന്റെ കൽപ്പനയാണിത്. ഖുർആൻ പരാമർശിക്കുന്നതാണ് ഫലാ യുദൈന. അങ്ങനെ ആ ഒരു സ്ത്രീ കുലീനയായ ഒരു സ്ത്രീയാണ് എന്ന് തിരിച്ചറിയപ്പെടുന്നതോടുകൂടി അവൾ ആരാലും ഉപദ്രവിക്കപ്പെടുകയില്ല. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് അവളുടെ ചാരിത്രം സംരക്ഷിക്കാം, അവളുടെ ശരീരം സംരക്ഷിക്കാം. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിലോ? അപ്പൊ ഇതൊക്കെ അള്ളാഹിന്റെ കൽപ്പനയാണ്. അള്ളാഹ് അങ്ങനെയൊക്കെ പലതും പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നാണ് ഒരു പെണ്ണ് തീരുമാനിക്കുന്നതെങ്കിൽ പിന്നെ
ആ തീരുമാനം തെറ്റുന്നൊരു കാലം വരാനുണ്ട്. മരണം എന്നൊന്ന് വരാനുണ്ടല്ലോ, എപ്പോഴെങ്കിലും മരിക്കണമല്ലോ. അപ്പൊ സക്രാത്തുൽ മൗത്ത്, മരണത്തിന്റെ ആലസ്യം പിടികൂടുന്ന സമയത്ത് അതിന്നൊക്കെ ഒഴിവായി പോകാൻ ആൾക്കാർ ആഗ്രഹിക്കുന്നു. മരിക്കാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന മരണത്തിന്റെ സന്ദർഭമില്ലേ, അങ്ങനത്തെ കാലം വരാനില്ലേ? ആ ഒരു അവസ്ഥയിലേക്ക് എല്ലാവരും എത്തിപ്പെടേണ്ടതില്ലേ? മരണവും കഴിഞ്ഞിട്ട് പിന്നെ മഹ്ശറയിലെത്തൂലേ? യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദ വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദ. അല്ലേ? ഖുർആൻ സൂറത്ത് മർയമിലെ 86-ാമത്തെ ആയത്തിൽ പറയുന്നത് അല്ലാഹു മുത്തഖികളായ ആളുകളെയൊക്കെ അല്ലാഹുവിന്റെ റഹ്മാനായ നാഥന്റെ അടുക്കലേക്ക് ഇങ്ങനെ കൂട്ടമായി ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു കാലം വരാനുണ്ട്. വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദ. അല്ലേ? മോശക്കാരായ ആളുകളെ, കുറ്റവാളികളായ ആളുകളെ നരകത്തിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കാലം വരാനുണ്ട്. അപ്പൊ അന്ന് മുത്തക്കികളിൽ ആകുമെങ്കിൽ മാത്രമാണ് നമുക്ക് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്വർഗത്തിലെത്താൻ പറ്റൂ. മുത്തക്കികളുടെ കൂട്ടത്തിലാകുന്നില്ല, മുജ്രിമുകളായിട്ട് ആണ് മാറുന്നതെങ്കിൽ, കുറ്റവാളികളായിട്ടാണ് നമ്മൾ മാറുന്നതെങ്കിൽ ചെന്നുപെടാൻ പോകുന്ന നരകത്തിലാണ്. അപ്പൊ നരകത്തിന്റെ പിറകായി മാറും. അള്ളാഹുവിന്റെ ഏത് കൽപ്പന ധിക്കരിക്കുന്ന ഒരാണും പെണ്ണും, അത് അള്ളാന്റെ കൽപ്പനയാവട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയാവട്ടെ, സ്വർഗാവകാശികളാകാൻ നമ്മൾ തയ്യാറല്ല എങ്കിൽ പിന്നെ നരകത്തിന്റെ ആളുകളാകാന്നുള്ളതാണ്. അന്ത്യദിനത്തിൽ അതികഠിനമായ ശിക്ഷകൾക്കാണ് അത്തരം ആളുകൾ വിധേയമാക്കപ്പെടുക. യാ യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും. അല്ലാഹു പറയുന്നു, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുക. ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക. ഇന്ന സൽസലത്തസ് സാഅത്തി ശൈഉൻ അളീം. ഈ ലോകാവസാനത്തിന്റെ അവസാനത്തെ ആ കിടുക്കമുണ്ടല്ലോ, ആ കുലുക്കം, അത് ഭയാനകമാണ്. സൽസല അദീം, അതൊരു വമ്പിച്ച സംഭവമാണത്. സൽസല അദീം, ശൈഉൻ അദീം. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത്. ആ ദിവസത്തെ കുറിച്ച് അല്ലാഹു പറയാണ്, ഈ ലോകം അവസാനിക്കാൻ പോകുന്ന സമയത്ത് ആ ഭീതിജനകമായ ആ അവസ്ഥകളെ കുറിച്ചിട്ട്. ആ ഒരു അവസ്ഥ ലോകത്ത് സംഭവിക്കുമ്പോൾ ഗർഭിണികളായ പെണ്ണുങ്ങൾ മാസം തികയാതെ പ്രസവിച്ചു പോകും. ഖുർആൻ പറയാണ്, തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ. മുലയൂട്ടുന്ന പെണ്ണുങ്ങളെ അവൾ മുല കൊടുക്കുന്ന കുട്ടികളെ വലിച്ചെറിയും. ഗർഭിണികളായിരിക്കുന്നവര് അറിയാതെ പ്രസവിച്ചു പോകും. ആളുകളെ മൊത്തം മസ്ത് ബാധിച്ചവരായി തോന്നും, ലഹരി ബാധിച്ചവരായി തോന്നും. പക്ഷെ വമാഹും ബിസുക്കാറ, അവരാരും ലഹരി ബാധിച്ചവരായിരിക്കില്ല. വലാകിന്ന അദാബല്ലാഹി ശദീദ്, അള്ളാഹുവിന്റെ കടുത്ത ശിക്ഷ ബാധിച്ചത് കൊണ്ട് ആളുകൾക്ക് സ്ഥലകാല ഇത് ഭ്രമം ബാധിച്ചു പോയതാണ്, വിഭ്രാന്തിയിൽ അകപ്പെട്ടു പോയതാണ്. അപ്പൊ വിഭ്രാന്തിയിൽ അകപ്പെടുന്നത് പോലത്തെ ഒരു കാലം വരാനിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനക്കൊത്ത് സഞ്ചരിക്കാത്തവരുടെ അവസ്ഥയെ കുറിച്ച് അല്ലാഹു പറയാണ്, യൗമ നഖൂലു ലിജഹന്നമ ഹലിം തലഅതി. ഇതൊക്കെ കഴിഞ്ഞ അവസാന നരകത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും, ആളുകളെ നരകത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അള്ളാഹു നരകത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹലിം തലഅതി, നരകമേ നിനക്ക് മതിയായോ? നീ നിറഞ്ഞിട്ടുണ്ടോ? നിനക്ക് മതിയോ? തൃപ്തിയായോ? നരകത്തിനോടുള്ള ചോദിക്കുകയാണ്. നരകം എന്താ പറയാ? അപ്പോഴത്തേക്കും വതഖൂലു ഹൽ മിൻ മസീദ്, ഉണ്ടെങ്കിൽ ഇനിയും പോരട്ടെ. നരകം ചോദിക്കുകയാണ്, ഇനിയും വേണമെങ്കിൽ പോകട്ടെ, ഇനിയും ആളുകളെ സ്വീകരിക്കാൻ എന്നിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് എന്ന് നരകം പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതേസമയം തന്നെ തൊട്ടപ്പുറത്താവട്ടെ മുത്തക്കികളായ ആളുകൾക്ക് വേണ്ടി സ്വർഗം ഇങ്ങനെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. പരലോകത്തിന്റെ രണ്ട് അവസ്ഥകളല്ല പറയുന്നത്. ഒരു വശത്ത് നരകം ഇനിയും തന്നിലേക്ക് ആളുകളെ തരാനുണ്ടെങ്കിൽ തന്നോളൂ എന്ന് അള്ളാഹുവിനോട് പറയുമ്പോഴത്തേക്കും അവിടെ ആളുകൾ ഇങ്ങനെ നരകത്തിന്റെ തീരിങ്ങനെ തിളച്ചു മറിയുന്ന സമയത്ത് അപ്പുറത്ത് സ്വർഗത്തിലാണെങ്കിലോ സ്വർഗം വിശ്വാസി മുത്തക്കികൾക്ക് വേണ്ടി. അപ്പൊ ആരാണ് ഈ മുത്തക്കി എന്ന് വെച്ച് കഴിഞ്ഞാല് അള്ളാഹുവിന്റെ കൽപ്പനകളെ ജീവിതത്തിൽ പാലിക്കുന്നവരാണ് മുത്തക്കി. ഓരോ ഖുത്ബയും തുടങ്ങുന്ന ആ വിഷയത്തിലാണ്, അല്ലെ? സർവ്വലോകത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചു ജീവിക്കുകയും ആ വിഷയത്തിൽ നിങ്ങൾ തഖ്വയുള്ളവരാകുവീൻ. അപ്പൊ അള്ളാഹുവിന്റെ വിധിവിലക്കുകളുടെ ഭാഗമാണ് ഹിജാബ് പാലിക്കുക എന്നുള്ളത്.
ആവശ്യമില്ലാതെ വീടിന്റെ പുറത്തിറങ്ങരുത് എന്നുള്ളത്, വസ്ത്രധാരണം ഏത് വിധത്തിലാകണം എന്നുള്ളത്, ശരീരത്തിന്റെ അഴകളവുകൾ കാണിക്കാത്ത നിലയിലുള്ള വസ്ത്രം ധരിച്ച് ജീവിക്കണം എന്നുള്ളത് അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശത്തിൽ അതിങ്ങനെ ആരെയെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടി അതിങ്ങനെ പാലിച്ചാൽ മാത്രം പോരാ, മറിച്ച് ആ വിഷയത്തിൽ തഖ്വ ഉണ്ടാകണം, സൂക്ഷ്മത ഉണ്ടാവണം. അള്ളാഹു ആ വിഷയം അത് കാണുന്നുണ്ടല്ലോ. ഞാൻ ഏതെങ്കിലും ഒക്കെ ആരെയെങ്കിലും ഒക്കെ പറ്റിക്കാൻ വേണ്ടി വീട്ടിൽ നല്ല വസ്ത്രം ഇട്ട് പുറത്തിറങ്ങുന്നു, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അത് മടക്കി വായിൽ വെച്ചിട്ട് പിന്നെ വേറെ വസ്ത്രം ഇട്ട് പിന്നെ ഊരു ചുറ്റാൻ നടക്കുന്നു, കാമുകന്മാരുടെ കൂടെ പോകുന്നു, അല്ലെ? ഇങ്ങനെ ഉണ്ടാവുമല്ലോ. ഇവിടെയൊക്കെ അള്ളാഹ് പറയുന്ന അങ്ങനെ ആവരുത്. തഖ്വയുള്ളവരാവണം. പാരമ്പര്യത്തിന്റെ പേരിൽ കൈമാറി കിട്ടിയിരിക്കുന്ന ചില വസ്ത്ര സംവിധാനങ്ങളെ കൊണ്ട് നടക്കുന്ന ചില പെൺകുട്ടികളുണ്ട്. അങ്ങനെയുണ്ടല്ലോ. ഒരു പെൺകുട്ടി ഒരു ഇസ്ലാമുള്ള ആളാണ് നമ്മൾ സാധാരണ പറയുന്നത്. എങ്ങനെയാ? അവർ നല്ല മുസ്ലിം കുടുംബത്തിൽ പറഞ്ഞവൻ ഇസ്ലാമുള്ള ആളായി. ഒരു ആഢ്യത്വമുള്ള മുസ്ലിം തറവാട്ടിൽ ജനിച്ചതോടുകൂടി അല്ലെങ്കിൽ ആ ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്ന കാലത്തോളം ഒരു പെണ്ണ് തലമുറകളിലൂടെ കൈമാറി വന്ന വസ്ത്രധാരണത്തെ തന്റെ വസ്ത്രമായി സ്വീകരിക്കുന്നതോടെ മുത്തഖിയാകുമോ? ആകില്ല. അത്തരത്തിലുള്ള ആളുകളാണ് വീടിന്റെ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മടക്കി വായിൽ വെച്ചിട്ട് അടുത്ത വസ്ത്രം എടുത്ത് ധരിക്കുന്ന ആളുകൾ. അപ്പൊ ഉമ്മമാരിലൂടെ കൈമാറി വന്ന സാമൂഹികമായ തറവാടു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അല്ല ഹിജാബ് പാലിക്കേണ്ടത്, മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന് മനസ്സിലാക്കി കൊണ്ടുവേണം ഹിജാബ് പാലിക്കേണ്ടത്. അതാണ് നമ്മളുടെ ഇഹപര വിജയത്തിൽ നന്മ. പരലോകം മാത്രമല്ല, ഇഹപര വിജയത്തിൽ അല്ലെ, അതാണ് നിങ്ങൾ കുലീനയാണെന്ന് തിരിച്ചറിയപ്പെടാനും നിങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്ന് അള്ളാഹ് പറഞ്ഞത് ഇഹലോകത്തെ നേട്ടത്തെ സംബന്ധിച്ചിട്ടാണ്. ഒരു പെണ്ണിന് സുരക്ഷിതയായി ഏത് അങ്ങാടിയിലൂടെ ഏത് പാതിരാ സമയത്തും കടന്നു പോകാൻ പറ്റും. അവളെ ആളുകൾ ആദരിക്കുന്നതിന് വ്യക്തമാക്കി തീർക്കുന്ന ഈ വസ്ത്രധാരണം ശീലിക്കുന്നതിലൂടെ എന്നല്ല പറഞ്ഞത് ഇഹലോക നേട്ടത്തെ സംബന്ധിച്ചിട്ടാണ്. പരലോക നേട്ടം എന്താണ്? ഇത് പാലിച്ച് മുത്തഖിയായി കഴിഞ്ഞാൽ മുത്തഖികൾക്ക് വേണ്ടി അള്ളാഹു അലങ്കരിച്ചു വെച്ചിരിക്കുന്ന സ്വർഗത്തിൽ അവൾക്ക് അനധിവിദൂര ഭാവിയിൽ എത്താൻ കഴിയുമെന്നുള്ളതാണ്. അള്ളാഹുവിന്റെ എല്ലാവിധ കൽപ്പനകളെയും ഹിജാബ് അടക്ക സകലത്തിലും പാലിക്കുന്ന ആ വിഷയത്തിൽ തഖ്വ കൈമുതലാക്കി കൊണ്ട് നടക്കുന്ന മുത്തഖികളായ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാനികളായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ ഉടനീളം പാലിക്കുക, തഖ്വയോടുകൂടി ജീവിതാന്ത്യം വരെ നിലകൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നാം അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളോട് ഒരു നിർദ്ദേശം നൽകിയാൽ ആ വിഷയത്തിൽ നമുക്ക് മറ്റെന്തെങ്കിലും ഒന്ന് ആലോചിക്കാനോ കണ്ടെത്താനോ സാധിക്കുകയില്ല. അത് പാടില്ല എന്നുള്ളതാണ്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹി. അള്ളാഹുവിൻ്റെ റസൂലോ ഏതെങ്കിലും ഒരു വിശ്വാസിയോടോ വിശ്വാസിനിയോടോ, ഒരു മുസ്ലിം ആണിനോടോ പെണ്ണിനോടോ അള്ളാഹുവിൻ്റെ റസൂലോ എന്തെങ്കിലും ഒരു നിർദ്ദേശം നൽകിയാൽ അവർക്ക് ആ വിഷയത്തിൽ ഒരു സെലക്ഷൻ ഇല്ല. അയ്യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. ആ വിഷയത്തിൽ അവർക്ക് സെലക്ഷൻ ഇല്ല. അങ്ങനെ ഉണ്ടല്ലോ ചില ഇഷ്ടമുള്ള ഇതിലേത് ചെയ്യണം, അത് ചെയ്യണോ, ഇത് ചെയ്യണോ. അള്ളാഹു റസൂൽ ഒരു കാര്യം തീരുമാനം പറഞ്ഞാൽ പിന്നെ സെലക്ഷൻ ഇല്ല. എന്ന് പറഞ്ഞാൽ ഹിജാബിന്റെ വിഷയത്തിൽ അള്ളാഹ് ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. ആ തീരുമാനം എന്താണ്? രണ്ട് കാര്യം ഞാൻ നിങ്ങൾ പറഞ്ഞുള്ളൂ. ആവശ്യമില്ലാതെ വീടിന്റെ പുറത്തിറങ്ങരുത്, ഒന്ന്. രണ്ട്, പുറത്തിറങ്ങേണ്ടി വന്നാൽ ഇസ്ലാം പറഞ്ഞ തരത്തിലുള്ള വസ്ത്രം ശീലിക്കണം. ഈ വിഷയത്തിൽ ഇനി സെലക്ഷൻ ഉണ്ടോ? ഇനി സെലക്ഷൻ ഇല്ല. അപ്പൊ അങ്ങാടിയിൽ ഏതോ കട ഉദ്ഘാടനം നടത്തുന്നു, അവിടെ ആണുങ്ങൾ പോയി സാധനം വാങ്ങേണ്ട ആവശ്യമുള്ളൂ. ഉദാഹരണം ഞാൻ പറഞ്ഞ പെണ്ണുങ്ങൾ ആവശ്യത്തിന് വീട്ടു സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ പുറത്തിറങ്ങാൻ പാടില്ല നടത്തലല്ല പറഞ്ഞത്. ഇനി ഒരു പെണ്ണ് പോയി നോക്കിയെടുക്കേണ്ടത് മിക്സ് ചെയ്യാന്ന് വിചാരിക്കുക, അപ്പൊ അതിനോട് പോയാൽ മതിയാവും. അതല്ല, അല്ലാതെ ഒരാൾ പോയിട്ട് വരാം, 100 ഗ്രാം മുളക് വാങ്ങാനാണ്, അതിന് പെണ്ണിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങാടിയിലേക്ക് ഭർത്താവോ മക്കളോ പോകുമ്പോഴത്തേക്കും അവരോട് പറഞ്ഞാൽ വാങ്ങി വരാൻ പറഞ്ഞാൽ വാങ്ങി വരും.
പോകേണ്ട ഒരു അവസരമാണെങ്കിൽ പോയാൽ മതി. അപ്പൊ ആവശ്യമില്ലെങ്കിൽ വഖർന ഫീ ബുയൂതികുന്ന വീട്ടിലിരുന്നാൽ മതി. ഇത് അള്ളാന്റെ കൽപ്പനയാണ്. ഇനി വിഷയത്തിൽ സെലക്ഷൻ ഉണ്ടോ? സെലക്ഷൻ ഇല്ല. സെലക്ഷൻ ഇല്ലാന്ന് അള്ളാഹ് പറഞ്ഞു സൂറത്തുൽ അഹ്സാബ് 36-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞതാണ്, മാ കാന ലിൽ മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖല്ലല്ലാഹു വറസൂലുഹു അംറൻ അയ്യകുന ലഹുൽ ഖിയറ. സെലക്ഷൻ ഇല്ല. പുറത്തിറങ്ങേണ്ടി വന്നാൽ എങ്ങനെ ഇറങ്ങണം? വീട്ടിട്ടിരിക്കുന്ന നൈറ്റി അങ്ങനെ തന്നെ വലിച്ചെടുത്തിട്ട് ആണോ? പറ്റില്ല. അവിടെ ഹിജാബ് പാലിക്കണം, ജിൽബാബ് പാലിക്കണം, മാർവിടം മറയുന്ന വസ്ത്രം ധരിക്കണം. ഇത് അള്ളാന്റെ കൽപ്പനയാണ്. ഇനി ഈ വിഷയത്തിൽ സെലക്ഷൻ ഉണ്ടോ? അപ്പൊ അവിടെ തൂങ്ങി കിടക്കുന്ന മറ്റേ വസ്ത്രം വാങ്ങി അതിട്ടുണ്ട് പോലോ അയ്യകൂന ലഹുമുൽ ഖിയറ. അവർക്ക് സെലക്ഷൻ ഇല്ല. ഈ സെലക്ഷൻ ഇല്ല എന്നുള്ളത്, ഇനി സെലക്ഷൻ നമ്മൾ കണ്ടെത്താൻ നിന്നാൽ ഈ കൽപ്പനയിൽ അള്ളാഹുവിനോട് എതിര് കാണിക്കാനാണോ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുതിയ സെലക്ഷൻ കണ്ടെത്താൻ നിൽക്കുകയാണോ? അങ്ങേയറ്റം വഴികെട്ടുപോയി, അങ്ങേയറ്റം വഴികെട്ടുപോയി. സൂറത്തുൽ ഫാത്തിഹയിൽ ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ, ളാലുകളിൽ പെടുത്തല്ലേ നാഥ എന്ന് നമ്മളോട് അള്ളാഹുവിനോട് നമ്മളിങ്ങനെ ഓരോ നിസ്കാരത്തിന്റെയും ഓരോ റക്അത്തിലും പറയുന്നില്ലേ? പെടുത്തരുത് എന്ന് പറഞ്ഞാൽ ളാലുകളിൽ പെടാതിരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ സമ്പൂർണ്ണമായി ജീവിതത്തിൽ പാലിച്ചേ മതിയാകും, ആണായാലും പെണ്ണായാലും. അപ്പോഴേ നമുക്ക് നേരത്തെ പറഞ്ഞ ഉസ്ലിഫത്തുൽ ജന്നത്തു ലിൽ മുത്തഖീൻ, മുത്തഖികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിലേക്ക് നമുക്ക് സംഘങ്ങളായി കടന്നു ചെല്ലാൻ അപ്പോഴേ പറ്റുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചതമ്പുരാന്റെ എല്ലാ വിധികളും അതിന്റെ അപ്പുറം ഇപ്പുറം നോക്കാതെ കണ്ണടച്ച് ഉൾക്കൊള്ളുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നാഥൻ നമ്മുടെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ തലമുറകളെ അള്ളാഹുവിന്റെ കൽപ്പനക്കൊത്ത് ജീവിക്കുന്നവരായി നാഥൻ ആക്കി തീർക്കുമാറാകട്ടെ. കാരുണ്യവാനായ നാഥ, ജീവിതത്തിൽ പല തെറ്റുകളും ഞങ്ങൾ അറിഞ്ഞു അറിയാതെയൊക്കെ ചെയ്തിട്ടുണ്ട്. പലതിലും ഞങ്ങളുടെ ഇഷ്ടമായിരുന്നു നിന്റെ കൽപ്പനയേക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടത്. ഇനിയുള്ള ജീവിതത്തിൽ അങ്ങനെയൊന്ന് ആക്കല്ലേ അള്ളാഹുവേ. പടച്ചവനെ, നിന്റെ തൃപ്തി നേടിയെടുത്തുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അള്ളാഹുവേ. നരകത്തിന്റെ വിറക് കൊള്ളികളാവാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് ഒട്ടും ആഗ്രഹമില്ല, ഞങ്ങൾക്കതൊട്ട് സാധിക്കുകയും ഇല്ല, അതിനുള്ള ക്ഷമ ഞങ്ങൾക്കില്ല. നരകത്തിൽ നിന്ന് സമ്പൂർണ്ണമായി ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ. പടച്ചോനെ, ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനം നൽകണേ അള്ളാഹുവേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نعوذ بك من فتنة القبر ومن عذاب القبر ومن عذاب النار ونسألك الفردوس الأعلى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى اللهم وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. أقم الصلاة.